ഹലോ മുത്തുമണികളെ, ഇതെവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ മുകളിലത്തെ നിലയാണ് കേട്ടാ. മുകളിലത്തെ അയ്യോ കടന്തലുണ്ടോ? അയ്യോ കടന്തലുണ്ട് അത്ര. നമ്മൾ ഈ മുകളിൽ കയറൂല കേട്ടാ. മുകളിൽ നമ്മൾ കയറല് കുറവാണേ. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ എന്നെ കൊണ്ട് പറ്റേയില്ല കേട്ടോ. ഇത്തിരി സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ എനിക്ക് കിതപ്പ് വരും. അപ്പം ഇവിടെ അക്ഷയുണ്ടല്ലേ. അമ്മ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, പിന്നെ മുകളിൽ അഷ കെട്ടിയാൽ മഴയത്ത് തുണികൾ വിരിച്ചിടാൻ എളുപ്പമായിരിക്കില്ലെന്ന്. നോക്കുമ്പോൾ ഇവിടെ ഒരു അഷയൊക്കെ ഉണ്ട്. 3 റൂമുണ്ട് കേട്ടോ. ഒന്ന് ഒരു ഹാളുണ്ട്, ഹാളുണ്ട്, ഒരു റൂമ്, ഇതൊരു റൂമ്, അങ്ങനെ 2 റൂമും ഒരു ഹാളും ഒക്കെ ഉള്ള ഒരു മോൾ ഭാഗമാണ് കേട്ടോ. പണിതാലും നല്ല രസമായിരിക്കേ. പിന്നെ അതാ ഇവിടെ ബാത്റൂമിൻ്റെ സ്പേസ് ഇട്ടിട്ടുണ്ട്. അത് പണി ചെയ്താൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം ഞാൻ എന്തിനാണ് വന്നതെന്നറിയാമോ? ആർക്കോ ഒരു ഡൗട്ട്, അതായത് എൻ്റെ ഹസ്ബൻഡിന് നട്ടെല്ലുണ്ടോ എന്നുള്ളത്. എത്ര കുപ്പികളാണെന്നറിയോ ഇവിടെ ഒക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. പൈപ്പിൽ നിന്നാണെങ്കിൽ വെള്ളവും ലീക്കാവുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സംസാരിക്കാം. ആഹാ, എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ. പ്രകൃതി രമണീയ സുന്ദര അനർഘ സുന്ദര നിമിഷ ഗൽഗൾ, എന്താ പറയാൻ. നമ്മൾ മാതള നാരങ്ങ ഉണ്ടാ, നമ്മളതല്ല കേട്ടാ. അപ്പുറത്തെ വീട്ടിലാണ് മാതളം നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കായ് പിടിക്കുന്നത് മുഴുവൻ എവിടെയെന്നറിയാവോ? നമ്മൾ ടെറസിൻ്റെ മുകളിലാണ്. കുറേ ഉണ്ട്, കണ്ട, കുറേ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മാതളമല്ലല്ലോ, ഇതെന്താ കമ്പിളി നാരങ്ങ. അപ്പോൾ ഈ നാരങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നൊക്കെയാണ് പിടിച്ച് നിൽക്കുന്നത്. എന്താ രസമെന്ന് കണ്ട. അപ്പോൾ ഞാൻ എന്തിനാണ് വീഡിയോയുമായിട്ട് വന്നത് എന്നറിയാമോ? അതായത് ഒരു മദാമയ്ക്ക് അവളുടെ വീട്ടിലുള്ള ആണുങ്ങൾക്ക് നട്ടെല്ലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കലല്ല അവളുടെ ജോലി. അവളുടെ ജോലി എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ ഭർത്താവിന് നട്ടെല്ലുണ്ടോ, ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ പിന്നെ സുഹൃത്തുക്കൾക്ക് നട്ടെല്ലുണ്ടോ, മറ്റതുണ്ടോ, മറിച്ചതുണ്ടോ എന്നൊക്കെ അന്വേഷിക്കലാണ് പുള്ളിക്കാരിയുടെ ജോലി. അപ്പം പുള്ളിക്കാരിയുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മളത് തെളിയിച്ചു കൊടുക്കണ്ടേ അല്ലേ? പുള്ളിക്കാരിക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നിവർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അപ്പം പുള്ളിക്കാരിയുടെ സംശയത്തിൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് നട്ടെല്ലുണ്ടോ എന്നുള്ളതാണ്. അതിന് വലിയൊരു തെളിവ് എന്ന് പറയുന്നത് എൻ്റെ മക്കൾക്ക് തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് 2-3 വർഷമാണ്. ഈ 2-3 വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് മറ്റൊരാണിനെ തേടിപ്പോകേണ്ടുന്ന ഒരവസ്ഥ ഇതുവരെ എൻ്റെ ഭർത്താവ് വെച്ചിട്ടില്ല കേട്ടോ. ഞാനെന്ന് പറയുന്ന സ്ത്രീ എൻ്റെ ഭർത്താവിൻ്റെ നട്ടെല്ലിൻ്റെ ഉറപ്പിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എൻ്റെ ഫാമിലി ലൈഫിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും എൻ്റെ ഭർത്താവിൻ്റെ നട്ടെല്ല് കാരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ആണിൻ്റെ നട്ടെല്ലിൻ്റെ ബലം മാത്രമല്ല, ആ ആണ് നമുക്ക് തരുന്ന കെയറിങ്, നമുക്ക് തരുന്ന സ്നേഹം, സഹാനുഭൂതി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ ലൈഫ് സക്സസ് ആവണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫാക്റ്റുകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ നട്ടെല്ലിൻ്റെ ബലം എന്ന് പറയുന്നത്. നട്ടെല്ലിൻ്റെ ബലം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ നട്ടെല്ല് കൊണ്ട് ഭാര്യയ്ക്ക് ഒരുപാട് ഗുണങ്ങളാണ്. പക്ഷേ എടാ, ഇത് പറഞ്ഞു ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. അതാണ് വേറൊരു വിഷയം എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ നട്ടെല്ലിൻ്റെ ബലം അന്വേഷിച്ച ആൾക്ക് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 1-2 കുട്ടികളല്ല, 6 കുട്ടികളാണ്. എൻ്റെ 6 കുട്ടികൾക്ക് തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് 2-3 വയസ്സ് മാത്രമാണ് പ്രായ വ്യത്യാസം. അതായത് ഞാൻ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, എൻ്റെ ലൈഫ്
ഞാൻ ഭയങ്കര ആഘോഷപൂർവ്വം ജീവിച്ച ഒരാളാണ്. അത് എനിക്ക് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാനായിട്ട് എനിക്ക് സാധിക്കും. കാരണം എനിക്കും എൻ്റെ ഭർത്താവിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. അതായത് ഒരു ജീവിതം, അവനവൻ്റെ ലൈഫ് ഇത്ര ആഘോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് തെളിയിച്ച ഒരു ദമ്പതി കൂടിയാണ് ഞാനും എൻ്റെ ഭർത്താവും. അത് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാറുണ്ട്, കലഹിക്കാറുണ്ട്. ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ മാത്രം അറിഞ്ഞത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? എനിക്ക് നല്ല നട്ടലുള്ള ഒരു ഭർത്താവാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ കുറവുകളോ കൂടുതലുകളോ ഒന്നും തന്നെ നാട്ടുകാരോ വീട്ടുകാരോ എന്തിനധികം പറയുന്ന എൻ്റെ അമ്മ പോലും അറിയുന്നത് എനിക്കിഷ്ടമില്ല. കാരണം ഞാൻ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ മനുഷ്യനെന്ന് പറയുന്നത്. അപ്പം പിന്നെ ഈ പറഞ്ഞ പുള്ളിക്കാരിയുടെ ഒരു സംശയം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിന് നട്ടെല്ലുണ്ടെങ്കിൽ ഞാൻ അവരെക്കുറിച്ച് വീഡിയോ ചെയ്യില്ല എന്നുള്ളതാണ്. അത് പറയുമ്പോഴത്തേക്കും ഒരാണിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് അവൻ കൂടെ പൊറപ്പിക്കുന്ന സ്ത്രീ കണ്ടവൻ്റെ മുന്നിൽ തുണി അഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, കണ്ടവൻ്റെ മുന്നിൽ കൈ നീട്ടാതിരിക്കുക എന്നുള്ളതാണ്. മോളെ, ഒരാണിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ മോളെ, ഒരാണിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്ന സ്ത്രീ മറ്റുള്ളവൻ്റെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഭർത്താവ് ഇന്നും എൻ്റെ നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. ഞാൻ കാരണം എൻ്റെ ഭർത്താവിന് ഇന്ന് വരെ 19 കൊല്ലമായി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. ഈ 19 കൊല്ലത്തിൻ്റെ ഇടയിൽ എൻ്റെ ഭർത്താവ് ഞാൻ കാരണം തല ഉയർത്തി വെച്ച് നടക്കുന്നതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു തവണ അദ്ദേഹം തല കുനിച്ച് നിന്നത് എൻ്റെ ചീത്തവിളി. ഞാൻ ഒരു പിഴച്ച തള്ളേനെ, എൻ്റെ വാട്സപ്പിൽ കയറി വന്ന ഒരു പിഴച്ച തള്ളേനെ ഞാൻ പച്ചത്തെറി വിളിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇത്രയേറെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോകളിൽ ഒന്നും തന്നെ ഞാൻ തെറി വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് തെറി വിളിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എനിക്ക് പച്ചത്തെറി വിളിക്കാൻ അറിയാം. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ കയറി വന്ന് ഒരു നാണവും ഉളുപ്പും ചുണയും ചൂരും ഇല്ലാതെ എൻ്റെ വാട്സപ്പിൽ കയറി വന്ന് പച്ചയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തിയ ഒരു തെണ്ടി തേവിടിശി കിളവീന ഞാൻ നല്ല പച്ചത്തെറി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ആ പച്ചത്തെറി എടുത്തുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് വർഷം കൊണ്ട് കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് പറഞ്ഞ് ഫലിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു 9 വർഷം കൊണ്ടൊരു തേവിടിശി പെണ്ണിൻ്റെ വായിരിക്കുന്നത് മുഴുവൻ കേട്ട്, എൻ്റെ മക്കൾ കേട്ട്, എൻ്റെ ഭർത്താവ് കേട്ട്, എൻ്റെ അമ്മ കേട്ട് ഇങ്ങനെ ജീവിച്ച് സംഭവം എന്ത്, ആ പുള്ളിക്കാരി തെണ്ടലിനെ ഞാൻ പുറത്ത് കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ തെറി വിളി കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയുടെ, സത്യം പറയാമല്ലോ. എൻ്റെ തെറി വിളി കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് നാണക്കേട് തോന്നി. സ്വാഭാവികം, എനിക്ക് നാണക്കേട് തോന്നും. കാരണം എന്തെന്നറിയാമോ, ഞാൻ നട്ടലുള്ള ഒരുത്തൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ നാണക്കേട് തോന്നുന്നത്. എൻ്റെ ഭർത്താവിനെ ആലോചിച്ച് ഇന്നും ഞാൻ ഒരു വീഡിയോയിലോ ഒരു ലൈവിലോ വന്നു കഴിഞ്ഞാൽ എനിക്ക് തെറി വിളിക്കാൻ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടെന്നറിയാം. എനിക്ക് തെറി വിളിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല. എൻ്റെ ഭർത്താവ് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടവനാണല്ലോ എന്നുള്ള ഒരു ബോധമുള്ളതുകൊണ്ട്. അത് മാത്രമല്ല, എൻ്റെ മക്കൾ ഒരിക്കലും ഒരിടത്തും തലകുനിച്ച് ജീവിക്കരുത്, അഭിമാനത്തോടു കൂടി ജീവിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയാണ് ഞാൻ. ഒരു തീട്ടത്തി ചവിട്ടിയിട്ട്, ഒരു തീട്ടക്കേസിൽ ഇടപെട്ടിട്ട്, ആ പോലീസുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് തന്നെയാണ്. ഇതുപോലുള്ള തീട്ടക്കേസിൽ ഇടപെട്ടിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടെ, നിങ്ങളെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരു നിയമാധികാരി അല്ലെങ്കിൽ നിയമപാലകർ നമ്മളെടുത്ത് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒന്ന് ആരെടാ നാം കണ്ട മോഹൻലാൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ സിനിമയല്ലല്ലോ അഭിനയിക്കുന്നത്. അപ്പം പോലീസുകാർ പറയുമ്പോൾ
ഞാനും അവിടെ അനങ്ങിയിട്ടില്ല. സാർമാരോട് വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഞാനും സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ ഭർത്താവും അവിടെ ഒന്നും പറയാനില്ല. അവിടെ തലകുനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യ വ്യഭിചാരി ആയതുകൊണ്ടല്ല എൻ്റെ ഭർത്താവ് അവിടെ തലകുനിച്ച് നിന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടുന്ന ഒരു ഭിക്ഷക്കാരി ആയതുകൊണ്ടല്ല എൻ്റെ ഭർത്താവ് അവിടെ തലകുനിച്ച് നിന്നത്. ചെയ്യാത്ത തെറ്റിന് എൻ്റെ ഭാര്യനെ ഇവർ വഴക്ക് പറയുന്നുണ്ടല്ലോ എന്നാലോചിച്ചിട്ടാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അവിടെ എനിക്ക് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നിശബ്ദമായി ഇരിക്കുന്ന എൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ എനിക്ക് സഹതാപവും എനിക്ക് വല്ലാത്തൊരു കുറ്റബോധവും ഒക്കെ തോന്നി. അത് ഞാൻ ഇതുവരെ സംസാരിച്ച കാര്യം കളവായതുകൊണ്ടല്ല, അത് ഞാൻ ഇതുവരെ സംസാരിച്ച കാര്യം സംസാരിക്കാൻ പാടില്ലാത്ത കാര്യം ആയതുകൊണ്ടല്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പം അത് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ തന്നെ ജിമ്മിൽ പോയപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ആ ചാനൽ വഴി നമ്മൾ സംസാരിക്കുന്ന കാര്യം ഒരു തീട്ടക്കേസാണ് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ ഒരു വേണ്ടാത്തൊരു ഒരു തീട്ടക്കേസിൽ ഇടപെട്ടതാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പം ഞാൻ ജിമ്മിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ അകത്ത് കയറിയിട്ട് നമ്മളിങ്ങനെ ബുക്കിൽ സൈൻ ചെയ്യണം, എത്ര മണിക്കാണ് നമ്മൾ പോയത് എന്നുള്ളത് സൈൻ ചെയ്യണമല്ലോ. ഞാൻ ബുക്കിൽ സൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഹലോ മുത്തുമണികളെ എന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നി. സത്യം പറയാമല്ലോ, നമ്മളൊരു യൂട്യൂബറാണ് എന്ന് പറഞ്ഞുള്ള ഒരു അഭിമാനമല്ല എനിക്ക് തോന്നിയത്. അയ്യേ, ആ തീട്ടക്കേസ് ഇവരൊക്കെ കേട്ടാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നുകയാണ് ചെയ്തത്. അത് നമ്മൾ മനുഷ്യനായി ജീവിച്ചത് കൊണ്ടാണ്, നമ്മളൊരു സമൂഹത്തിനെ പേടിക്കുന്നത് കൊണ്ടാണ്. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നമ്മളത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതായത് ഈ സ്ത്രീനെ വിമർശിക്കുക ചെയ്യാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. അത് വിമർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പേരുണ്ട്. അതായത് ഇവരിത്രയും നന്നായിട്ട് സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ഇവരെ പോലൊരു സ്ത്രീ ഇതുപോലൊരു തീട്ടക്കേസിൽ ഇടപെട്ടോ എന്ന് ചിന്തിക്കൂലേ. ഞാൻ അവരോട് പറഞ്ഞ മക്കളെ അതൊന്നും നിങ്ങൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇപ്പോഴും അതിൻ്റെ അകത്ത് കയറി പോകുമ്പോൾ അവിടുത്തെ മിസ്സ് അവർ എല്ലായിടത്തും പറയും, എടേ അവർ യൂട്യൂബറാണ് കേട്ടോ, യൂട്യൂബറാണെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് പോണത്. അയ്യോ എന്നെ കാണണ്ട, ഇവരെന്നെ കാണണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം എനിക്കും നാണക്കേടാണ് ഇവളെപ്പോലൊരു നമ്മളൊരു കാര്യം പറയുന്നത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയെങ്കിലും ഉള്ള ഒരാളുടെ അടുത്താണ് നമ്മൾ സംസാരിക്കേണ്ടത്. പക്ഷെ അല്ല, അങ്ങനെയുള്ള ഒരാളുടെ അടുത്തല്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഇത് ജനങ്ങൾക്ക് അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എങ്കിലും എൻ്റെ ഉള്ളിൽ നാണക്കേടാണെന്ന്. പിന്നെ ഇവൾ പറയുന്നത് പോലെ ഇവൾ കൊണ്ടുവന്ന് കേസ് കൊടുത്താൽ എന്നെ തൂക്കിക്കൊല്ലൊന്നുമില്ല. വേറൊരു വിഷയം എന്തെന്നറിയാമോ, എന്നെ തൂക്കിക്കൊല്ലുന്ന കേസുമല്ല, ഇത് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ വലിയ തല പോകുന്ന കേസുമല്ല. എന്നെ പറഞ്ഞു, ഞാനതിന് തിരിച്ചു പറഞ്ഞു. മാന്യമായിട്ട് തന്നെയാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത്, എവിടെയും മാന്യമായി തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇന്നീ നിമിഷം വരെയും എൻ്റെ മാന്യത കീപ്പ് ചെയ്യാതെ ഞാനൊരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിയമപാലകർ, കോടതി, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ മോളെ, എന്നെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. പിന്നെ എൻ്റെ നാട്ടിലെ പോലീസുകാരാണ്, അവർ സംസാരിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾക്ക് നാണക്കേട് തോന്നുന്ന എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നാണക്കേടുണ്ട്, കാരണം ഇതുപോലൊരു തീട്ടക്കേസിൽ ഇടപെട്ടതിൻ്റെ നാണക്കേട് എനിക്കുണ്ട്. എന്നും പറഞ്ഞും കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ നട്ടെല്ലിനെ ചോദ്യം ചെയ്യാനും മാത്രമുള്ള ഒരു വൃത്തികേടും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ എൻ്റെ ഇത്രയും കാര്യമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ നട്ടെല്ലിൻ്റെ പിന്നെ ആരോഗ്യത്തിനെക്കുറിച്ച് അന്വേഷിച്ച സ്ഥിതിക്ക് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുണ്ട്. നട്ടലുള്ള ഒരു ഉപ്പ വളർത്തിയ മോളല്ല ഞാൻ, പക്ഷേ ഡബിൾ ചങ്കുള്ള ഒരു ഉമ്മ വളർത്തിയ മോളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കേണ്ടുന്നത് എങ്ങനെ എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കിതേ ഒരു ക്വസ്റ്റ്യൻ ഇവരോട് ചോദിക്കാനുണ്ട്. അതായത് എൻ്റെ ഭർത്താവിൻ്റെ നട്ടെല്ല് അന്വേഷിച്ച ഈ സ്ത്രീയോട് എനിക്ക് ചോദിക്കാനുണ്ട്. മോൾ 3 കിഴങ്ങന്മാരെ കല്യാണം കഴിച്ചിട്ട് കിഴങ്ങന്മാരെ അടിച്ച് പുറത്താക്കി, അത് അവന്മാരെ നട്ടെല്ലിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്? അല്ല, എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. അല്ല, ഇപ്പം എനിക്ക് അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല.
ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ നട്ടെല്ലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ്, മോള് 3 ഭർത്താക്കന്മാരെ കൂടെ ജീവിച്ചിട്ട് അവന്മാരുടെ നട്ടെല്ലിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണോ അവന്മാരെ അടിച്ച് പുറത്താക്കിയത് എന്നുള്ളതൊരു സാമാന്യമായ എൻ്റെ ഒരു സംശയമാണ്. ഇനി 4മതൊരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് അവനും പോരാ നട്ടെല്ലിൻ്റെ ബലമെന്നും പറഞ്ഞുകൊണ്ട് അവനെയും വലിച്ചു തൂക്കി പുറത്തിട്ട് എന്നൊക്കെയാണ് അറിഞ്ഞത്. വലിച്ചു തൂക്കി പുറത്തൊന്നും ഇട്ടില്ല, വീട്ടിൻ്റെ മച്ചിൻ്റെ മേലെ കയറ്റി കിടത്തി എന്നുള്ളതാണ് പിന്നീട് ഞാൻ അറിയുന്നത്. അപ്പം അതേ കണക്ക് ആ പുള്ളിക്കാരൻ്റെ കുറവുകളും കൂടുതലും ഒക്കെ വന്നിരുന്ന് അങ്ങ് വാതോരാതെ പ്രസംഗിക്കുന്നത് ആ പുള്ളിക്കാരന് നട്ടെല്ലില്ലാഞ്ഞിട്ടാ മോളെ നാട്ടിലുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാരുടെ നട്ടെല്ലിൻ്റെ ബലം അന്വേഷിക്കുന്നതിന് മുമ്പ് നീ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? നിൻ്റെ വീട്ടിൽ, നിൻ്റെ കുടുംബത്ത്, നിൻ്റെ നാട്ടിലെടി, നിൻ്റെ വീട്ടിൽ നട്ടെല്ലുള്ളവന്മാരുണ്ടോ ഇല്ല എന്നുള്ളത് നിൽക്കട്ടെ. നിൻ്റെ നാട്ടിൽ നട്ടെല്ലുള്ള ഒരുത്തരും ഇല്ലേ? എന്തോ വലിയ ഭയങ്കര പവിത്രമായ എന്തോ കാര്യങ്ങൾ ചെയ്തതുപോലെയാണല്ലേ വന്നിരുന്നും കൊണ്ട് അങ്ങോട്ട് ഇഞ്ചണത്. അലവിലാതി അന്നച്ചി, നീ എന്തോ വലിയ ഭയങ്കര സംഭവമാണെന്നാണല്ലോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊന്നാര മോളെ, നീ സംയമൻ കറോ അപ്പോൾ ഈ നായിനെക്കുറിച്ച് സംസാരിച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ മനുഷ്യൻ്റെ മനസ്സിലെ കൺട്രോൾ കംപ്ലീറ്റ് അങ്ങോട്ട് പോകും. എൻ്റെ ഭർത്താവിൻ്റെ നട്ടെല്ല് അന്വേഷിക്കാൻ വരണം. എടി പന്നപ്പൂ മോളെ, എൻ്റെ ഭർത്താവിന് നട്ടെല്ലുള്ളത് കൊണ്ടാണടി നായെ ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ 19 വർഷമായിട്ട് ജീവിക്കുന്നത്. ഇന്നീ നിമിഷം വരെ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഞാനോ എന്നെക്കുറിച്ച് എൻ്റെ ഭർത്താവോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റമോ കുറവോ പറഞ്ഞത് നിനക്ക് കേൾക്കാനുണ്ടെങ്കിൽ നീ എടുത്തോണ്ട് വാ. അത് ആ മനുഷ്യന് നട്ടെല്ലുള്ളത് കൊണ്ടാണടി. ഈ നട്ടെല്ലുള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ്റെ കൂടെ 19 വർഷമായിട്ട് ഞാൻ ജീവിക്കുന്നത്. പന്നാലവിലാതി എൻ്റെ മനുഷ്യൻ്റെ നട്ടെല്ല് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരണം. ഞാൻ നിൻ്റെ വീട്ടിലുള്ളവന് നട്ടെല്ലിൻ്റെ ബലം കുറവാകുമ്പോഴാണോടി കണ്ടവന്മാരുടെ അടുത്ത് ചിലവിന് അന്വേഷിക്കുന്നത്, ചിലവിന് ചോദിക്കുന്നത്? നിനക്ക് 3-4-5 നട്ടെല്ലുള്ളവന്മാർ വന്നിട്ടും തീർക്കാത്ത ചൊറിച്ചിലാണല്ലോ നിനക്ക്. അപ്പോൾ നിൻ്റെ വീട്ടിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ തന്തയ്ക്കും നിൻ്റെ സഹോദരങ്ങൾക്കൊന്നും നട്ടെല്ലില്ലാഞ്ഞിട്ടാണോടി എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് നീ പണം മാറ്റിയത്, എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങിച്ചത്? ആണോ? നാണം കെട്ട ജന്തു. എടി, ഒരു പുരുഷൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അവൻ്റെ വീട്ടിലുള്ള സ്ത്രീകളെ മാന്യമായി നടക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ്, അങ്ങനെ മാന്യമായി ജീവിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എടി എൻ്റെ ഭർത്താവ് എനിക്ക് മാന്യമായി ജീവിക്കാനുള്ള വരുമാന മാർഗം തുറന്നു തന്നതിന് ശേഷമാണ് സുഖമില്ലാതായത്. ആ സുഖമില്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നാട്ടുകാരുടെ അടുത്ത് തെണ്ടാനല്ല പോയത്. ആ മനുഷ്യൻ എന്നെ ഏൽപ്പിച്ച എൻ്റെ മക്കളെയും ഞാനും നാട്ടിലുള്ളവരടുത്ത് ചെന്ന് തെണ്ടാനല്ല നോക്കിയത്. ആ മനുഷ്യൻ എനിക്ക് നട്ടെല്ലുള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ ഓർമ്മകൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒരാളുടെ മുമ്പിൽ കൈ നീട്ടിയില്ല എന്ന് പറയണമെന്നുള്ള ഒരു വാശി എനിക്കുണ്ടായത്. അങ്ങനെ ഒരു വാശി എനിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നറിയാമോ? എടി, നട്ടെല്ലുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിച്ചത് കൊണ്ടാണ്. നട്ടെല്ലുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിച്ചത് കൊണ്ടാണ് ആ മനുഷ്യൻ കഴിവില്ലാതെ കിടക്കുന്ന സമയത്തും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. നട്ടെല്ലുള്ള ഒരുത്തൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഞാൻ പ്രൂവ് ചെയ്ത ഒരാളാണ്. അല്ലാതെ അയ്യോ വീണു പോകുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിന് വയ്യാതാകുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് കഴിവ് കെട്ടവനാവുമ്പോഴത്തേക്കും നാട്ടുകാരുടെ അടുത്ത് ചെന്ന് അയ്യോ പൊത്തോ എനിക്ക് വയറ്റിലായി, എനിക്ക് പള്ളയിലായി, ഇതിനെ ഊരി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പണം വേണം, അയ്യോ ഈ കക്കന്മാരെ തായോ എന്ന് പറയുമ്പോൾ നിൻ്റെ വീട്ടിലുള്ളവന്മാരുടെ നട്ടെല്ലിൻ്റെ കനം എത്ര എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാകൂടി. നിൻ്റെ തന്തേരെ നട്ടെല്ലിൻ്റെ കനം എത്ര എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാകും. നിൻ്റെ ആങ്ങളമാരുടെ നട്ടെല്ലിൻ്റെ കനം എന്താണെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാകും. എന്നെ പറട്ടെ, 24 മണിക്കൂർ എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ സുഹൃത്തുക്കളുടെയും നട്ടെല്ലിൻ്റെ ബലം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരണം. അതിനൊക്കെ അവരവരുടെ വീടുകളിൽ അവരവരുടെ ഭാര്യമാരുണ്ട്, പെണ്ണും പിള്ളമാരുണ്ട്. മറ്റുള്ള ആണുങ്ങളുടെ നട്ടെല്ലിൻ്റെ ബലം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരണം. നീ നിൻ്റെ ഭർത്താവിന്, നിൻ്റെ കൂടെ ജീവിക്കുന്നവന് നട്ടെല്ലിന് ബലം ഇല്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, മുസ്ലിം പവർ എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. ആ സാധനം വാങ്ങിച്ചങ്ങോട്ട് കൊടുക്കും. അപ്പോൾ നിൻ്റെ ചൊറിച്ചിലും തീരും, അവൻ്റെ നട്ടെല്ലിന് കുറച്ച് ബലവും വയ്ക്കും. ആലവിലാതി നാട്ടിലുള്ള ആണുങ്ങളുടെ നട്ടെല്ലിൻ്റെ ബലം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നടക്കണം. നാണം കെട്ട കഴുത, വൃത്തികെട്ട ജന്തു, മരയോന്ത്, ചോറിത്തവള.